അങ്ങ് മലനിരകളുടെ നാട്ടിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിക്ക് കൊട്ടാരവളപ്പിൽ വിളനിലമൊരുക്കുകയാണ് ഒരു രാജാവ്. രാജാധിപത്യം വെട്ടിമാറ്റി ജനാധിപത്യം ഉടലെടുത്തിട്ടും ചെങ്കോലും കിരീടവുമൊക്കെയായി രാജഭരണം തുടരുന്ന ഒരു നാടുണ്ട് ഇടുക്കിയിൽ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നിന്നും സ്വരാജിന് സമീപം 3 കിലോമീറ്റർ ഉള്ളിലായി കോവിൽമല എന്ന ഗ്രാമം. ഇവിടെയാണ് കേരളത്തിലെ 36 കുടികളിലായുള്ള ആദിവാസി വിഭാഗമായ മന്നാൻ സമുദായത്തിൻ്റെ രാജാവും കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. യുവാവും വിദ്യാസമ്പന്നനുമായ രാമൻ രാജമന്നാനാണ് ഇവിടുത്തെ രാജാവ്. ഭരണ ചുമതല ഏറ്റെടുത്ത കാലം മുതലേ വ്യത്യസ്തവും ആധുനികവുമായ മാറ്റങ്ങളെ സ്വീകരിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേക്കർ വരുന്ന കൊട്ടാരവളപ്പിൽ ഒരു വരുമാനകരമായ കൃഷി ചെയ്യണമെന്ന ചിന്ത വന്നപ്പോൾ വനവിഭവമോ ശേഖരണമോ മത്സ്യബന്ധനമോ മറ്റു പരമ്പരാഗത തൊഴിലുകളോ അല്ല ആരംഭിച്ചത്. ഹൈറേഞ്ചിന്റെ സ്വന്തം കൃഷിയായ ഏലകൃഷി തന്നെയായിരുന്നു. പരമ്പരാഗത തൊഴിലുകൾക്കൊപ്പം സമുദായ അംഗങ്ങൾ വരുമാനദായകമായ ആധുനിക കൃഷി രീതികളിലേക്കും തിരിയണമെന്ന സന്ദേശം നൽകുകയാണ് രാമൻ രാജമന്നാൻ. ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യത എന്ന് തന്നെ പറയാം. നാണ്യവിളകളുടെ കൃഷിയാണ് കൂടുതലും എല്ലാ മേഖലയിലും നമ്മുടെ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത്. ഹൈ റേഞ്ചിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഏലകൃഷി തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ സമുദായങ്ങൾ ഉടുമ്പൻചോല മേഖലകളിലെല്ലാം വ്യാപകമായിട്ട് ഈ ഒരു കൃഷി തന്നെയാണ് ചെയ്തു പോരാറ്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കും ഏലകൃഷിയുടെ ഒരു പുതിയ കൃഷി രീതിയിലേക്ക് ആളുകൾ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ തന്നെ ആവണം എന്നാഗ്രഹിക്കുന്നു. മാത്രമല്ല നമ്മുടെ മറ്റിതര വനവിഭവ ശേഖരണം, മത്സ്യബന്ധനം ഇങ്ങനെയെല്ലാം ഉള്ള മാർഗങ്ങളും കൂടെ നമ്മുടെ ആളുകൾ സ്വീകരിക്കാറുണ്ട്. എങ്കിലും ഒരു കുടുംബത്തിന് കഴിയാൻ പാകത്തിനുള്ള ഒരു കൃഷി രീതി ഇതാണെന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. തിരക്കുകൾ എത്ര തന്നെയായാലും കൃഷി തന്നെയാണ് മുഖ്യം. രാജാവിനെ തേടി ദിവസവും നിരവധിയായ പരിപാടികളുടെ ക്ഷണങ്ങളാണ് എത്തുന്നത്. കഴിയുന്നത്ര ഇവയിലെല്ലാം പങ്കെടുക്കുമെങ്കിലും 2 വർഷത്തെ പരിപാലനം കൊണ്ട് വിളവെടുപ്പിലേക്കെത്തുന്ന ഏലകൃഷിക്കുള്ള പരിഗണന അല്പം പോലും കുറവില്ലെന്ന് തോട്ടത്തിന്റെ പുഷ്ടിമയിൽ നിന്നും മനസ്സിലാകും. ഗുണമേന്മ കൂടുതലും തണ്ടുതുരപ്പനടക്കം കാര്യമായി ബാധിക്കാത്ത കണിപറമ്പൻ ഇനത്തിൽപ്പെട്ട 400 ചുവടുകളാണ് ഇവിടെ പരിപാലിക്കുന്നത്. 2 വർഷമായി തുടരുന്ന കൃഷിയുടെ പ്രധാന വിളവെടുപ്പ് അടുത്ത ജൂൺ സെപ്റ്റംബർ മാസങ്ങളോടെ നടക്കും. തുടക്കം മുതൽ ഇതുവരെ മുഴുവൻ പണികളും ചെയ്തു പോന്നിരുന്ന രാജാവ് ഇപ്പോൾ മികച്ച ഒരു ഏല കർഷകൻ കൂടിയാണ്. സുഹൃത്തുക്കളായ മാഞ്ചുവെട്ടി സുരേഷ്, മാമൂട്ടിൽ അഖിൽ എന്നിവരാണ് കൃഷിയുടെ തുടക്കം മുതൽ സഹായികളായുള്ളത്. അടുത്ത സീസണിൽ മികച്ച ഒരു വിളവെടുപ്പ് കല ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോവിൽമല രാജാവും കുടുംബവും. ETV ഭാരത്, ഇടുക്കി.